ഹായ്. ഏട്ടൻ ഇന്ന് ലീവായിരുന്നു. എന്നാലും നമ്മൾ പകൽ മുഴുവൻ സ്പെൻഡ് ചെയ്തത് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. പകൽ നമുക്ക് ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുമേ. ഏകദേശം 37 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ വരാറുള്ളൂ. വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ ആദോനെയും കൊണ്ട് അടുത്തുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോയി. ഇത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കും വാക്ക് വേയും അതേപോലെ മുതിർന്നവർക്ക് കളിക്കാനുള്ള ഏരിയ എല്ലാം കൂടെ ചേർന്നൊരു സ്ഥലമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളിവിടെ ആദോനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. അതുകൂട്ടം ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ലൈഡിൽ കയറ്റാറില്ലായിരുന്നു. പക്ഷെ അവനുണ്ടല്ലോ, ആ സ്പൈഡർമാനെ പോലെ അള്ളിപ്പിടിച്ച് മേളിൽ വരെ കയറി താഴെ ഇറങ്ങി കേട്ടോ. ആദോൻ്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലൂടെയല്ല ഞങ്ങൾ കടന്നു പോകുന്നത്. അതോർത്തപ്പോൾ നല്ല സന്തോഷം തോന്നി. പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ആദോനെ സ്ലൈഡിൻ്റെ ബാക്കിൽ കൂടെ കയറ്റി പഠിപ്പിച്ചാലോ എന്ന്. അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി. കുട്ടികൾ ക്യൂ ആയിട്ട് തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി. നമ്മുടെ കുട്ടിക്കാലത്തെ നമുക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ കളിക്കാനായി നമ്മുടെ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ആരാന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി അവിടെ കുട്ടികളുണ്ടെങ്കിൽ പോലും അവർക്കൊരു ഹായ് പോലും പറയാൻ മടിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരെക്കാട്ടിലും അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർ ഫോണിലും ടിവിയിലും ഒക്കെ അഡിക്റ്റായി പോകുന്നത്. കുട്ടികൾ അവരുടെ അതേ ഏജിലുള്ള മറ്റു കുട്ടികളുടെ കൂടെ ഇടപഴകിയാൽ മാത്രമേ അവരുടെ ബുദ്ധി വികസിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുകയുള്ളൂ. അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ആദോനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പാർക്ക് നിറയെ കുട്ടികളായിരിക്കും. അവർ കളിക്കുന്നത് നോക്കിക്കൊണ്ട് അടുത്ത് തന്നെ അവരുടെ പാരൻസും ഉണ്ടാവും. എത്ര തിരക്കുണ്ടായാലും അവരുടെ കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവരും അവരുടെ സമയം കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കൊതുകുകൾ കൊണ്ട് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ശരിക്കും മനോഹരമായിട്ടുള്ള ആ കാഴ്ച കണ്ടത്. ഈ ഇടയ്ക്ക് റീൽസിലൊക്കെ വൈറലായ ഒരു മരമാണ് ഇത്. ഇതിൻ്റെ പേരാണ് ജക്രാന്ത. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ വൈബ്രൻറ്റ് പർപ്പിൾ കളറാണ്. എന്നിരുന്നാലും നമ്മൾ മലയാളികൾ ഇതിനെ നീലവാഗ എന്നാണ് പറയാറ്. നീലി ഗുൽമോഹർ എന്ന് ഹിന്ദിയിലും പറയാറുണ്ട്. കേരളത്തിലെ മൂന്നാറാണ് ഇത് കൂടുതലും കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.